ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മളിന്നൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ ഈ പുറകിലേക്ക് നോക്കിയാൽ കാണാം. മത്സ്യം പിടിക്കാനായിട്ട് പോകുന്നവരുടെ വള്ളങ്ങളാണ് ഈ പുറകിലിരിക്കുന്നത്. അതുപോലെ ചെറിയ വഞ്ചിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ദിവസങ്ങളൊക്കെ പണിയൊന്നും ഇല്ലാതെ വളരെ ക്ലേശമാണ്. കാരണം കാലാവസ്ഥയുടെയൊക്കെ ബുദ്ധിമുട്ടറിയാമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗത്തിൽ കർത്താവ് കൂടുതൽ അനുഗ്രഹം വർഷിക്കാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം നിയമവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനം. നിന്നെ സംരക്ഷിക്കുവാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്നെ സംരക്ഷിക്കുവാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വിശ്വാസത്തിലും കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അടുത്ത വചനം വായിച്ചാൽ അറിയാൻ പറ്റുന്നതാണ്, പാളയം വിശുദ്ധമായിരിക്കണം. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ വചനം പറയുകയാണ്, നിന്നെ സംരക്ഷിക്കുവാനും നിൻ്റെ ശത്രുക്കളെ. അപ്പോൾ നമുക്കെതിരായിട്ട് വരുന്ന ശത്രുക്കളെ അവരെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഏൽപ്പിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ഏൽപ്പിച്ചു തരാൻ വേണ്ടി ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സംസാരിക്കും. അവിടെ നമ്മുടെ കുടുംബത്തിലുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്, അല്ലേ? അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ ഒരു തിന്മയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ശത്രുക്കൾ നമ്മളിങ്ങനെ പീഡിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വചനം എടുത്തു വെച്ച് അങ്ങോട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിച്ചോളൂ കേട്ടോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.